നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. അനസ്തേഷ്യ നൽകിയതിൽ വീഴ്ചയെന്ന് സൂചന. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു. ഇത്തവണ കാന്തല്ലൂരിലെ പ്ലം കൃഷിയിൽ മികച്ച വിളവ്. വേനൽമഴ കുറഞ്ഞത് വിളവ് കൂട്ടി. ആശ്വാസത്തോടെ കർഷകർ. കടുത്ത പ്രതിസന്ധിയിൽ ക്ഷീരമേഖല. കാലിത്തീറ്റ വില വർധന പ്രതിസന്ധി. പാൽ വില കൂട്ടണമെന്നും ആവശ്യം. വിശദമായ വാർത്തയിലേക്ക്. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകിയതിൽ വന്ന പിഴവാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. CV അനുമോദ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, എന്താണ് ബന്ധുക്കളുടെ ആരോപണം? ചികിത്സാ പിഴവ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. 4 വയസ്സുകാരന്റെ മരണം അനസ്തേഷ്യയിലുണ്ടായ പിഴവ് എന്നാണ് പറയുന്നത്. അനുമോദ്, കേൾക്കാമോ? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടിയുടെ ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് വയറ് കാലിയാക്കുന്ന, ശൂന്യമാക്കുന്ന നടപടികളുണ്ട്. അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാകാം ഇതിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെയായിരുന്നു കുട്ടിയുടെ ബന്ധുക്കൾ അന്ന് ഈ സംഭവം നടന്ന അന്ന് തന്നെ ആരോപിച്ചിരുന്നത്. അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കൊണ്ടോട്ടി DYSP ആണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്നൊരാവശ്യമാണ് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാരണം ഇതിൽ കൂടുതൽ കുറ്റവാളികളുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അശ്രദ്ധയോ അതിൽ മനഃപൂർവ്വമായ പിഴവുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൊണ്ടോട്ടി DYSP ആണ് ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹം ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ മൊഴിയെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ആശുപത്രി അധികൃതർ പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അശ്വതി. അനുമോദ്, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ മുൻപ് എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ടോ ആശുപത്രിക്കെതിരെ? ഒപ്പം ഈ ആശുപത്രി അധികൃതർ ഇവരോട്, ബന്ധുക്കളോട് എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ? ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റ് തരത്തിലുള്ളൊരു ന്യായീകരണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നൽകുവാനോ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. പോലീസിൽ നിന്ന് ലഭിച്ച വിവരം മാത്രമേ ഉള്ളൂ എന്നൊരു മറുപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് പിഴവ് അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് ആശുപത്രി അധികൃതരുടെ നിസ്സംഗ നിലപാട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി പിഴവുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം ഞാൻ അനുമോദിലേക്ക് തിരിച്ചു വരാം. എന്റെ കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു പനിയോ വേറെന്തെങ്കിലും ഒരു അസുഖമോ ജലദോഷമോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിനെ കൊണ്ടുപോയതാവുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽക്ക് എതിരെയും പിന്നെ ഡോക്ടർമാർക്കെതിരെയും തക്കതായ നടപടി നമുക്ക് ആവശ്യമാണ്. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിന് മനസ്സിലാക്കണേ. ഇത്രയും ദിവസമായിട്ട് അവര് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് അവർ ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല.
അതാണ് അനുമോദ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വേദനയാണ് അവർക്കുള്ളത് എന്നുള്ളത്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക സൂചനയുണ്ട് ഈ അനസ്തേഷ്യ പിഴവാണ് ഇത്തരത്തിൽ ഈ ഹൃദയസ്തംഭനത്തിലേക്കൊക്കെ പോയത് എന്ന സൂചന കൂടിയുള്ള സാഹചര്യത്തിൽ ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ ഒരു രീതിയിലും അവരുമായി ബന്ധപ്പെടാനോ അവരോട് സംസാരിക്കാനോ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? തീർച്ചയായും അത് ആ അമ്മയുടെ വാക്കുകളിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഇവർക്ക് ഇതിന് മറ്റൊരു സങ്കടകരമായ കാര്യം 6 വർഷം കാത്തിരുന്നാണ് ഇവർക്ക് കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞാണ് ഇപ്പോൾ ചികിത്സാ പിഴവ് കാരണം ഇല്ലാതെയായിരിക്കുന്നത്. വളരെ വേദനാജനകമായൊരു കാര്യമാണ്. മനുഷ്യത്വമുള്ളവർക്കൊക്കെ ഈ അല്പമെങ്കിലും സങ്കടം തോന്നുന്നവരാണ്. പക്ഷേ അപ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകവും വേദനാജനകവും പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോഴീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതരുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചു. അവർ ഇതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃത്യമായ മറുപടി പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി പോലീസിൻ്റെ നടപടികളും നിയമ നടപടികളും മാത്രമാണ് ഇതിൽ മുന്നോട്ട് പോകേണ്ടതുള്ളത്. പക്ഷേ അപ്പോഴും ഇതിൽ നമുക്കറിയാം, ഈ ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് കയറ്റുന്നതിന് മുൻപ് പല നടപടിക്രമങ്ങളും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയാണ് ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ അവർക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളുകൾ നിയമത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എങ്കിൽ പോലും തികച്ചും പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് തന്നെ ഈ കുട്ടിയുടെ മരണം സംഭവിച്ച അന്ന് തന്നെ കുട്ടിയുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അവരുടെ ആശങ്ക ശരിയാണ്, അവരുടെ ആശങ്ക സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന കണ്ടെത്തൽ. രണ്ടാമതായിട്ട് അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് കുട്ടിയുടെ വയറ് ക്ലീനാക്കുന്ന, അതായത് ആമാശയത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഈ ഒരു ശസ്ത്രക്രിയയിലേക്ക് കടന്നത് എന്ന വിവരമാണ്, സൂചനകളാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. CV അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ന് 6 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും. വെള്ളിയാഴ്ച കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ, ശനിയാഴ്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. എറണാകുളത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഹരിയുടെ വീടാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. 50 വർഷത്തോളം പഴക്കമുള്ള വീടാണ് തകർന്നത്. ഇവിടെ പ്രളയത്തിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. നിയന്ത്രണം വിട്ട് കനാലിലേക്ക് കാർ മറിഞ്ഞ് അപകടം. വിഴിഞ്ഞം ചാവടിനട ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിന് സമീപത്തെ കനാലിലാണ് കാർ മറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണക്കാട് സ്വദേശി വിഷ്ണുരാജിന്റേതാണ് കാർ. വിഷ്ണുരാജും 2 സുഹൃത്തുക്കളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇടുക്കിയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണ്ണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന് പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നാണ് ആരോപണം. നിർമ്മാണ നിരോധനമടക്കം അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ പാട്ടഭൂമിയിൽ പോലും വൻകിട റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന നിലപാടെടുക്കുന്ന ജില്ലാ കളക്ടർ സാധാരണ പൗരന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ, ഏലപ്പട്ടയ ഭൂമിയിലെ വീടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയുമല്ല, പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.
കടുത്ത പ്രതിസന്ധിയിലാണ് ക്ഷീര കർഷകർ. കാലിത്തീറ്റ വിലവർദ്ധനവ് ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധി നേരിടുന്ന കർഷകരെ സഹായിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. കാർഷിക ജോലികൾക്കൊപ്പം കാലിവളർത്തലും ഉപജീവനമാർഗമാക്കിയ കർഷകരാണ് ഹൈറേഞ്ചിൽ ഭൂരിഭാഗവും. കാലിത്തീറ്റയുടെ അടിക്കടിയുള്ള വിലവർധന ക്ഷീരകർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. പരിപാലന ചെലവും കാലിത്തീറ്റയുടെ വിലയും ഉൾപ്പെടെ കർഷകരുടെ അധ്വാനത്തിന് ആനുപാതികമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് കർഷകർക്ക്. ഉത്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കുവാൻ നടപടി വേണമെന്നാണ് ഹൈറേഞ്ചിലെ ക്ഷീരകർഷകർ ആവശ്യപ്പെടുന്നത്. 2020 പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റ വിലവർദ്ധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവ് മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകർ സഹായിക്കുന്ന ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഷുറൻസ് ഇല്ലാത്ത പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ടായി 15,000 തന്നുകൊണ്ടിരുന്നു. അതുപോലും 2018 ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. പാൽവില ശരിക്കും 1 ലിറ്റർ പാലിന് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില 1550 എന്നുള്ളത് ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു 1000 രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ, പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷകർ സഹായിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത്. മുടക്കുമുതലിന് ആനുപാതികമായ നിലയിൽ പാൽവില വർദ്ധിപ്പിക്കുക എന്നതാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന പോംവഴി. 3 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി പാൽവില കൂട്ടിയതെന്ന് ഇവർ പറയുന്നു. പ്രതിസന്ധികൾ രൂക്ഷമായതോടെ ജില്ലയിലെ ആയിരക്കണക്കിന് കർഷകർ കാലിവളർത്തൽ ഉപേക്ഷിച്ചു. സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും 100 കണക്കിന് കർഷകർ കാലിവളർത്തലിൽ നിന്നും പിന്നോട്ടു പോകും. ന്യൂസ് 18 ഇടുക്കി. ഇത്തവണ കാന്തല്ലൂരിലെ പ്ലം കൃഷിയിൽ മെച്ചപ്പെട്ട വിളവ്. വേനൽ മഴ അധികം പെയ്യാതിരുന്നതാണ് കൃഷിക്ക് ഗുണകരമായത്. ഗുഹനാഥപുരം, പെരുമല, പുത്തൂർ, കീഴാന്തൂർ ഗ്രാമങ്ങളിലാണ് പ്ലം കൃഷി കൂടുതലായുള്ളത്. പൂവിടുന്ന സമയത്ത് മഴ പെയ്താൽ വിളവ് കുറയും. ഇത്തവണ വേനൽ മഴ പെയ്തില്ല. ആവശ്യത്തിന് തണുപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണം കിട്ടിയത് പ്ലം കൃഷിക്കാണ്. പൂവെല്ലാം കായായി. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വിളവ് കിട്ടി. സാധാരണ മെയ് തുടങ്ങുമ്പോഴാണ് പ്ലം പാകമാകുന്നത്. ഇത്തവണ ജൂൺ ആദ്യമാണ് വിളവെടുപ്പ് തുടങ്ങിയത്. ഏറ്റവും സ്വാദേറിയ വിക്ടോറിയ പ്ലം ആണ് കാന്തല്ലൂരിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രം പ്ലം ഉണ്ടാവുകയുള്ളൂ. 1 കിലോയ്ക്ക് 150 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ 50 മുതൽ 70 കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും. 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെയാണ് ഓരോ പ്ലം പഴങ്ങളുടെയും ശരാശരി തൂക്കം. കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ്. ന്യൂസ് 18 കാന്തല്ലൂർ. ഇടുക്കി ഉപ്പുതറയിലെ ഹരിതകർമ്മസേന പുതിയ കാൽവയ്പുമായി രംഗത്ത്. ജൈവവള നിർമ്മാണത്തിലൂടെ ആണ് ഹരിതകർമ്മസേനാംഗങ്ങൾ നാടിന് മാതൃകയാകുന്നത്. തയ്യാറാക്കിയ ജൈവവളം ഇവർ വിപണിയിലെത്തിച്ചു കഴിഞ്ഞു. ജൈവമാലിന്യം സംസ്കരിച്ചാണ് ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച ജൈവം, അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് തുമ്പൂർ മുഴി മോഡൽ പ്ലാന്റിൽ ബിന്നിൽ നിക്ഷേപിച്ച ഇന്നോക്കുലം ഇട്ടുവയ്ക്കും. 45 ദിവസമാകുമ്പോൾ ഇത് ജൈവവളമാകും. പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വിൽപ്പന. ഒരു ദിവസം 500 മുതൽ 700 കിലോ വരെ ജൈവമാലിന്യം ലഭിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് 2 രീതിയിലുള്ള ജൈവവളമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ ഒരു സംരംഭമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങൾ അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം, ജൈവവളമായിട്ട് മറ്റ് മാലിന്യക്കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവവളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം. പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണവും ഉള്ളതിനാലാണ് ജൈവവള നിർമ്മാണം വിജയിപ്പിക്കാനായത്. ഹരിതകർമ്മസേനാംഗം അനിത ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവളം നിർമ്മാണം. 1 വർഷം മുൻപാണ് ജൈവവള നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ മികച്ച വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സഹകരണ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തുകയാണ് കായംകുളം ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നും വിജയമാണ്. കാർഷിക നഴ്സറി, മൂല്യവർദ്ധിത ഉൽപാദന വിതരണ കേന്ദ്രം, അഗ്രോ ക്ലിനിക്, വളം ഡിപ്പോ തുടങ്ങി നിരവധി പദ്ധതികളാണ് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്നത്.
ഇതിൽ കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം കർഷകർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. നാടൻ തെങ്ങിന്റേതടക്കം എല്ലാ ഇനങ്ങളുടെയും തൈകൾ ഇവിടെ ലഭിക്കും. മലേഷ്യൻ, കുറ്റ്യാടി, കേരശ്രീ ചെന്തെങ്ങ്, ഗംഗബോണ്ടം എന്നിവയും ജപ്പാൻ മൻഡോക് മൈ, മൽഗോവ, മൂവാണ്ടൻ തുടങ്ങിയ മാവിനങ്ങൾ, വിവിധയിനം പ്ലാവിൻ തൈകളായ J33, വിയറ്റ്നാം എർലി, മാങ്കോസ്റ്റിൻ, വിവിധയിനം ചാമ്പകൾ, കണിക്കൊന്ന, അത്തി, പേര, റംബൂട്ടാൻ, ഗ്രാഫ്റ്റ് നെല്ലി, കടപ്ലാവ്, മൾബറി, മരമുന്തിരി തുടങ്ങിയവ ലഭ്യമാണ്. ഇവയിൽ പലതും മാസങ്ങൾക്കുള്ളിൽ കായ്ഫലം നൽകുന്നതും. നഴ്സറിയിൽ പൂച്ചെടികളും അലങ്കാര ചെടികളും ഇൻഡോർ ചെടികളുമുണ്ട്. സപ്പോട്ട കപ്പൽ, ലിച്ചി, ഞാവൽ മംഗൂസ്, ഓറഞ്ച് റെഡ് നെല്ലി, ചാമ്പ തുടങ്ങിയവയും കർഷകർക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാണ്. ചെറിയ തൈകളാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ തൈകൾ, അതായത് പൂത്ത നിൽക്കുന്ന മാവ്, കായ്ച്ചു നിൽക്കുന്ന പ്ലാവ്, 1 വർഷത്തോളം പ്രായമെത്തിയ തെങ്ങ് തുടങ്ങിയ കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ഫലമുണ്ടാകുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന, പെട്ടെന്ന് പൂക്കുന്ന ഫുൾ പ്ലാന്റ്സുകൾ ധാരാളമായി വിപണനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് മണ്ണുത്തിയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള വലിയ തൈകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നഴ്സറിക്ക് പുറമെ കർഷകർക്കേറെ പ്രയോജനപരമായ മറ്റൊരു പദ്ധതിയാണ് അഗ്രോ ക്ലിനിക്. കർഷകർക്ക് ചെടികളിൽ ഉണ്ടാകുന്ന വിവിധയിനം രോഗങ്ങളെപ്പറ്റി ക്ലിനിക്കിൽ നേരിട്ടെത്തി ചോദിച്ചു മനസ്സിലാക്കാം. കൂടാതെ 24 മണിക്കൂറും വാട്സാപ്പിലൂടെ കർഷകരുടെ സംശയ നിവാരണം നടത്തുവാനുള്ള സജ്ജീകരണം അഗ്രോ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധയിടങ്ങളിൽ സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഫ്രഷ് ഫാസ്റ്റ് എന്ന പേരിൽ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി എത്തിച്ചു നൽകുന്നതിന് വാഹനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വിവിധയിനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നു. സഹകരണ മേഖലയ്ക്ക് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ബാങ്ക് കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധിയും കൂടുതൽ പേർക്ക് തൊഴിലവസരവും നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയായ അഞ്ചുതെങ്ങിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണികളുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള വസ്തുവിൽ 4 ലക്ഷം ലിറ്ററും 1 ലക്ഷം ലിറ്ററും സംഭരണ ശേഷിയുള്ള 2 ജലസംഭരണികളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആറ്റിങ്ങലുള്ള ജലവിതരണ കേന്ദ്രത്തിൽ നിന്ന് പൈപ്പ് ലൈനിലൂടെ നേരിട്ട് വെള്ളം ശേഖരിച്ച് എല്ലാ ദിവസവും പഞ്ചായത്ത് മേഖലകളിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി. ഇത് നടപ്പിലാക്കുന്നതോടെ പഞ്ചായത്തിലെ വെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. നിലവിൽ മഴക്കാലത്ത് പോലും തീരദേശ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പഴയ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലവിഭവ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. 2.75 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമീണ കാഴ്ചകൾ ക്യാൻവാസിലേക്കും പകർത്തി ശ്രദ്ധേയനായിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പനയിലെ മെൽവിൻ. തന്റെ ചിത്രങ്ങൾ SCERT പാഠപുസ്തകങ്ങളിലും ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരൻ. പ്രകൃതിയും ഗ്രാമാന്തരീക്ഷവുമാണ് മെൽവിന്റെ ഛായക്കൂട്ടുകൾക്ക് എന്നും പ്രിയം. ഗൃഹാതുരത്വം തുളുമ്പുന്ന ആ വരകൾ ഇത്തവണത്തെ SCERT 3-5 ക്ലാസുകളുടെ പാഠപുസ്തകങ്ങളിലും ഇടം പിടിച്ചു. പാഠഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ BFA വിദ്യാർത്ഥിയായ മെൽവിനും സഹപാഠികളും അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. കുഞ്ഞുനാളെ തൊട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ മനോജ് സാറ് എന്നെ പഠിപ്പിച്ചതല്ല. പിന്നെ കോളേജിൽ എത്തിയപ്പം അവിടുത്തെ സാറ് ഞങ്ങളെ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് SCERTയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്നിട്ട് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലും പിന്നെ 5ാം ക്ലാസ്സിലത്തെ സംസ്കൃതത്തിലും വരച്ചു. പിന്നെ 3ാം ക്ലാസ്സിൽ EVSലും വരച്ചു കൊടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലാണ് പേര് വന്നിരിക്കുന്നത്. ചെറുപ്പം മുതൽ ചിത്രരചനയിൽ സജീവമാണ് മെൽവിൻ.
സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാനമായും വാട്ടർ കളറിലാണ് മെൽവിൻ തന്റെ ചിത്രങ്ങൾ തീർക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ട്രെയിനിൽ മയക്കുമരുന്ന് കടത്തിയ പ്രതി പിടിയിൽ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി സൂരജാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി MDMA വാങ്ങിവരികയായിരുന്നു പ്രതി. RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സൂരജ് പിടിയിലായത്. മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസിൽ കൊച്ചുവേളിയിലെത്തിയ ഇയാൾ MDMA വാങ്ങാനുള്ള ആളെ കാത്ത് റെയിൽവേ യാർഡിന് സമീപം നിൽക്കവെയായിരുന്നു അറസ്റ്റ്. ആലുവയിൽ 1 കോടി രൂപ വില വരുന്ന MDMA പിടികൂടിയ കേസിലെ പ്രതി സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളയാൾ. ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവും അറസ്റ്റിലായി. വൈകിട്ട് 5 മണിയോടെയാണ് ദില്ലിയിൽ നിന്നും വന്ന കേരള എക്സ്പ്രസിൽ മയക്കുമരുന്നുമായി യുവതി എത്തിയത്. റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്ന് ആലുവ പോലീസ് പ്രത്യേക സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശിനിയായ സർമിൻ ലഹരിക്കടത്തിൽ ബംഗളൂരിലെ മുഖ്യ കണ്ണിയാണ്. ലഹരിക്കടത്ത് സംശയിച്ചവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ആലുവ CI മഞ്ജുദാസ്, SI ശ്രീലാൽ, SI നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു MDMA പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. നിരവധി അബ്കാരി കേസുകളിലെ പ്രതി പിടിയിൽ. ഇടുക്കി മൂന്നാർ നായമക്കാട് പ്രഭാകരനാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിൽ നിന്നുമാണ് എക്സൈസ് ഇയാളെ പിടികൂടിയത്. വിവിധ എക്സൈസ് ഓഫീസുകളിലായി 8ഓളം അബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട്. നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായ പ്രഭാകരനെ ഇന്നലെ കോയമ്പത്തൂർ വെച്ചിട്ട് എക്സൈസിന്റെ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ അയാളുടെ പേരിൽ 8ഓളം അബ്കാരി കേസുകൾ എക്സൈസിന്റെ വിവിധ ഓഫീസുകൾ എടുത്തിട്ടുണ്ട്. പോലീസിന് ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. കാപ്പ നിയമപ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. 3 അറസ്റ്റ് വാറന്റുകൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മധ്യമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സാറിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയേന്ദ്ര സാർ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു. ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ എക്സൈസ് സർക്കിൾ പാർട്ടിയും ഈ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ടീമും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി അയാളെ ഇന്നലെ കോയമ്പത്തൂർ ഭാഗത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം വാരപ്പെട്ടി പഞ്ചായത്തിൽ ആയുർവേദ പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നടത്തി. വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയന നോബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MS ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്ന തുവ്വപ്പാറയിൽ അടിസ്ഥാന സൌകര്യവും സുരക്ഷയും ഒരുക്കണമെന്ന ആവശ്യം. സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ എത്തുന്ന ഇവിടത്തെ തീരം കടലെടുക്കുന്ന നിലയിലാണ്. വഴുക്കലുള്ള പാറയിൽ നിന്ന് കാഴ്ച കാണുന്നത് അപകടങ്ങൾക്കിടയാക്കും. അപകട സൂചനയായി ബോർഡോ നിർദ്ദേശങ്ങളോ നിലവിൽ വെച്ചിട്ടില്ല. സഞ്ചാരികളുടെ സുരക്ഷ ഒരുക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മനോഹരമായ ഒരു കടൽത്തീരമാണ് കാപ്പാട്. അതേസമയം അതിലേറെ ഗുരുതരമായ അപകട സാധ്യതയും ഇവിടെയുണ്ട്. പക്ഷെ അതേസമയം നാട്ടുകാർ അറിയുന്നില്ല എന്നുള്ളതാണ്. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ യാതൊരു അപായ സൂചനകളോ മറ്റൊരു കാര്യമില്ല. അവരൊക്കെ ആയം കുറഞ്ഞ കടൽത്തീരമാണെന്ന് കരുതി നേരിട്ട് കടലിലേക്ക് ഇറങ്ങുകയും ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്ത സ്ഥലമാണിത്. അതിന്റെ ഒരു വിശദാംശങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു അപകട സൂചനകളോ ഒന്നും ഇവിടെയില്ല. ഇവിടെ നേരത്തെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് മാറ്റിയ ശേഷം ഇവിടെ ഇപ്പം ഈ പോലീസ് ഔട്ട് പോസ്റ്റിൽ പകൽ ആളുകൾ പോലീസിൽ വന്നിരിക്കാറുണ്ടെങ്കിലും അതത്ര വലിയ സുരക്ഷിതമായ സംഭവങ്ങളില്ല. +1 പ്രവേശനം ജൂൺ മാസം പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. സ്കൂളുകളിൽ AI സാങ്കേതികവിദ്യ സൌഹൃദ ക്ലാസുകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
ബുക്ക് അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21 പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24 തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കാത്തതിനെ തുടർന്ന് ദുർഗന്ധത്തിൽ മുങ്ങി പാലക്കാട് നഗരം. മഴ ശക്തമാകുന്നതോടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മലീമസമായ നഗരങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നഗര പ്രാന്തപ്രദേശങ്ങളിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങൾ പതിവ് കാഴ്ചയാണ്. നഗരസഭയുടെ മാലിന്യ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനമില്ല. ശുചീകരണ തൊഴിലാളികളുടെ പ്രശ്നമല്ല, നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ താളപ്പിഴയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഡംപ് ചെയ്യാണ് ഇവര്. ഇത് കറക്റ്റായി അവർ സമയത്തിന് സംസ്കരിക്കുക ഒന്നും ചെയ്യില്ല. മാത്രമല്ല ഇവർ വന്നിട്ട് നേരെ, ഇതിപ്പോ വെള്ളം പോണ ചാലാണിത്, അതിലേക്ക് നേരെ അങ്ങോട്ട് അവർ തള്ളിയിട്ടിട്ട് പിന്നെ അത് ചാലടയും. ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഭാഗം മുഴുവൻ അങ്ങനെ വെള്ളക്കെട്ടാണ്. നല്ല ഹൈറ്റിൽ വെള്ളം വന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണിത്. വേസ്റ്റ് അങ്ങനെ മുഴുവൻ മുനിസിപ്പാലിറ്റി ഒന്നും അധികം പെട്ടെന്നൊന്നും മാറ്റിപ്പോയില്ല. പഴയ മരത്തിന് പലഭാഗത്തും കിടക്കുന്നുണ്ട്. ഓടകളിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധമയമാണ്. പട്ടിക്കര ബൈപ്പാസ്, സ്റ്റേഡിയം ജംഗ്ഷൻ പരിസരം, സുൽത്താൻപേട്ട് ജില്ലാ ആശുപത്രി പരിസരങ്ങളിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയില്ല. മഴ ശക്തമായാൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. ന്യൂസ് 18 പാലക്കാട്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോഗ്രാമിന് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.